സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇതിന്റെ അടിസ്ഥാനത്തിൽ 11 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴയ്ക്ക് പുറമെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനാലാണ് നിലവിൽ സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമാകുന്നത് എന്നാണ് വിവരം. ഇതിനു പുറമെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലായിരിക്കും അതിശക്തമായ മഴ ലഭിക്കുക. അതിനാൽ 4 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മലപ്പുറം മുതൽ പത്തനംതിട്ട വരെ യെല്ലോ അലർട്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാത്രി മൊത്തം നീണ്ടുനിന്ന ശക്തമായ മഴ ഇപ്പോഴും പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ ഇതിലും ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. മോശം കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ തീരമേഖലകളിൽ താമസിക്കുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 1964 അസ്ന ആദ്യമായി ഇന്ത്യൻ തീരം തൊടുന്നത്. അന്നൊരു ഹ്രസ്വ ചുഴലിക്കാറ്റായി രൂപപ്പെടുകയും കരയോടെടുത്തതിന് ശേഷം ദുർബലമാവുകയും ചെയ്തു. 1944 അറബിക്കടലിൽ പ്രവേശിച്ച ശേഷം മറ്റൊരു ചുഴലിക്കാറ്റായി അസ്ന ശക്തി പ്രാപിച്ചുവെങ്കിലും പിന്നീട് കടലിൽ തന്നെ ദുർബലമായി. അസ്ന എന്ന പേര് നിർദ്ദേശിച്ചത് പാകിസ്ഥാനാണ്. 1976 ഒഡീഷയിൽ വികസിച്ച ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അറബിക്കടലിൽ പതിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 1891 ഓഗസ്റ്റിൽ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന 4ാമത്തെ ചുഴലിക്കാറ്റാണ് അസ്ന. ഓഗസ്റ്റിൽ ഗുജറാത്തിലെ സൗരാഷ്ട്ര കച്ച് മേഖലയിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ചയോടെ അറബിക്കടലിന് മുകളിലൂടെ ഒമാൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രദേശത്തെ കൂടിയ തോതിലുള്ള ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ദേശീയ ബുള്ളറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ സൗരാഷ്ട്ര കച്ച് മേഖലകളിൽ ഗണ്യമായ മഴയ്ക്ക് അസ്ന കാരണമായിട്ടുണ്ട്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 29 വരെ ഈ പ്രദേശങ്ങളിൽ 799 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഈ കാലയളവിലെ സാധാരണ ലഭിക്കുന്ന 430.6 മില്ലിമീറ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് സാധാരണ നിലയേക്കാൾ 86% വർധനയാണെന്ന് IMD ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്.